ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നോർമൽ ചിക്കൻ കറിയിൽ നിന്നും വിട്ടിട്ട് വേറൊരു പ്രത്യേക ടൈപ്പ് ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനിവിടെ ബോണുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് യോഗേർട്ടാണ്. പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള കസൂരി മേത്തിയാണ് കേട്ടോ. അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ചിക്കൻ ഒരു 15 മിനിറ്റ്സ് ചിക്കൻ അങ്ങനെ വെക്കുക. ഇത് നമുക്ക് പാനിൽ ബട്ടർ ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും ടൊമാറ്റോവും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇനി ആഡ് ചെയ്യാം. ഇതൊന്ന് പതുക്കെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഒരു പൊടിക്കും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നമ്മൾ ചിക്കനിൽ മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. ടൊമാറ്റോയും സവോളയും നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പൊടിക്കും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട്, അതായത് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇത് സ്ലോ കുക്ക് ചെയ്താണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഗ്രേവി ടൈപ്പ് ആവും ഒന്ന്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. നല്ല എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് തീ കത്തിച്ച് കരിച്ച് കളയരുത്. ഇത് അടിയിലൊന്നും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിയിലൊന്നും പിടിക്കത്തില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് അടിയിലൊന്ന് പതുക്കെ ഒന്ന് പറ്റി പിടിച്ചിട്ടേ ഉള്ളൂ. അത് അടി പിടിച്ചേക്കണമല്ല, അത് ആ ഗ്രേവി ഒന്ന് താഴേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ സ്ലോ കുക്ക് ചെയ്യാൻ വേണ്ടി മൂടി വെച്ച് കൊടുക്കുക. ഫൈനലി നമ്മളുടെ ചിക്കനൊക്കെ നല്ല എണ്ണ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഒരു പ്രത്യേക സ്മെല്ലും കൂടെ വരും കേട്ടോ. ആ കസൂരി മേത്തി ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് വരിക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ.